ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് യഥാർത്ഥ ഇൻവിറ്റേഷൻ ലെറ്റർ എടുക്കാനായി പുറത്ത് കാത്തു നിൽക്കുന്ന ജയേഷിനെയാണ്. അതേസമയം വസുന്ധര അടുക്കളയിലേക്ക് പോകുമ്പോൾ ജയേഷ് ആ രജിസ്റ്റേർഡ് എടുക്കാനായി അകത്തേക്ക് കയറുന്നു. അങ്ങനെ ജയേഷ് അത് എടുക്കാനൊരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് അമൃത വരികയാണ്. അമൃതയെ കണ്ടയുടൻ തന്നെ ജയേഷ് അവിടെ മറഞ്ഞു നിൽക്കുമ്പോൾ വസുന്ധര കുടിച്ച ജ്യൂസിൻ്റെ ഗ്ലാസും എടുത്തുകൊണ്ട് അമൃത അവിടെ നിന്ന് പോകുന്നു. ഈ തക്കം നോക്കി ജയേഷ് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറുകയും രജിസ്റ്റേർഡ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ജയേഷ് മനസ്സിൽ പറയുകയാണ്, ഞാനൊരുക്കിയ സ്ഥലത്ത് വെച്ചായിരിക്കും ശ്യാമയുടെ അന്തിമ യാത്ര. അത്രയും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ജയേഷ്. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും സുരഭിയുമാണ്. സുരഭി പറയുകയാണ്, കയ്യിലൊട്ടും കാശില്ലെങ്കിലും നമ്മുടെ മേക്കപ്പിലും ഡ്രസ്സിങ്ങിലും ഒന്നും ഒരു കുറവും വരാനേ പാടില്ല. നമ്മുടെ എല്ലാ കഷ്ടതകളും മാറും മോളെ, നീ സമാധാനമായിട്ടിരിക്കാൻ സുരഭി പറയുമ്പോൾ ആ ശ്യാമയുടെ കാര്യത്തിലൊരു തീരുമാനമായാൽ നമുക്ക് എങ്ങനെയെങ്കിലും ആനന്ദ നിലയത്തിൽ കയറിപ്പറ്റാൻ സാധിക്കും. അല്ല മമ്മി, നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് മമ്മി പറഞ്ഞില്ലല്ലോ. എൻ്റെ മോളെ, നമുക്ക് വെറുതെ ഒന്ന് ചുറ്റി അടിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ അവർ ഇറങ്ങാനൊരുങ്ങുമ്പോൾ മായ അങ്ങോട്ടേക്ക് വരികയാണ്. മായയെ കണ്ടിട്ട് ഐശ്വര്യയ്ക്ക് സന്തോഷമാകുന്നു. മായയെങ്കിലും ഞങ്ങളെ തിരക്കി വന്നല്ലോ, എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് അങ്ങനെയൊന്നും ഐശ്വര്യയെ മറക്കാൻ സാധിക്കില്ലല്ലോ. ഇത് കേൾക്കുന്ന ഐശ്വര്യ മായയെ കെട്ടിപ്പിടിക്കുകയാണ്. മായയെ പറ്റിയാ എൻ്റെ മോൾ എപ്പോഴും പറയുന്നത്, എന്തിനും ഏതിനും കൂടെ ഉണ്ടാകുമെന്ന് മായ ഇവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലേ. അത് ശരിയാ, ഞാൻ ഐശ്വര്യയുടെ താമസ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വന്നതാ. എന്തായാലും ഇങ്ങനെ ഒരു വീടും സെറ്റപ്പും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് മായ പറയുന്നു. മായ വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാമെന്ന് ഐശ്വര്യ പറയുമ്പോൾ മായ പറയുകയാണ്, ഇവിടം വരെ വന്നപ്പോഴേ തൃപ്തിയായി, ഇനി കുടിസുമുറിയിലൊന്നും ഇരിക്കാൻ ഞാനില്ല. അല്ല, ഐശ്വര്യയ്ക്കും മമ്മിക്കും സത്യത്തിൽ എന്താ സംഭവിച്ചത്? പൈസയ്ക്ക് അത്ര പ്രോബ്ലമാണോ? അതേസമയം ഒരു പലിശക്കാരൻ അങ്ങോട്ടേക്ക് വരികയാണ്. അയാളെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുരഭി. മമ്മി, ഇതാരാ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ പരിഭ്രാന്തിയോടെ ഐശ്വര്യയെ നോക്കുകയാണ് സുരഭി. ഇന്നെങ്കിലും നിങ്ങളെ ഒന്ന് കാണാൻ സാധിച്ചല്ലോ. ഫോൺ വിളിച്ചാൽ എടുക്കില്ല, തിരക്കി വന്നാലോ നിങ്ങളെവിടെ ഉണ്ടാവുകയുമില്ല. നിങ്ങളിത് എന്ത് ഭാവിച്ചാണെന്ന് അയാൾ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ കുറച്ച് ദിവസം മോളുടെ വീട്ടിൽ നിൽക്കാൻ പോയതാണെന്ന് സുരഭി പറയുന്നു. എന്താ മമ്മി, ഇയാൾ എന്താ ഇവിടെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? മാന്യമായിട്ടുള്ള 2 സ്ത്രീകൾ താമസിക്കുന്ന വീടാ ഇത്. ഞാനേ മിസ് കേരളയാ. എന്നാലേ ഇതിവിടെ പറ്റില്ലെന്ന് അയാൾ പറയുന്നു. മമ്മി, നമ്മുടെ വീട്ടിൽ വന്നിട്ടാ ഇയാൾ ബഹളമുണ്ടാക്കുന്നത്. മമ്മി പോലീസിനെ വിളിക്ക്. പോലീസിനെ വിളിച്ചാൽ എനിക്കാ നല്ലത്, കിട്ടാനുള്ളതടക്കം പോലീസ് വാങ്ങി തരുമല്ലോ. ഇതേ എൻ്റെ വീടാണ്. മര്യാദയ്ക്ക് വാടക തന്നാലേ ഇനി ഇവിടെ താമസിക്കാം. 6 മാസത്തെ വാടകയാണ് കുടിശ്ശികയായി കിടക്കുന്നത്. ഇത് കേൾക്കുന്ന ഐശ്വര്യയും മായയും ഞെട്ടലോടെ നിൽക്കുമ്പോൾ മറ്റന്നാൾ എന്താണെങ്കിലും തന്നേക്കാമെന്നും എനിക്ക് കുറച്ച് പണം ഒരാൾ തരാനുണ്ടെന്നും ഒക്കെ തന്നെ സുരഭി പറയുന്നു. മറ്റന്നാൾ വാടക കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇറക്കി വിടുമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ മായയും പുറകെ തന്നെ ഇറങ്ങാനൊരുങ്ങുകയാണ്. മായ പോകല്ലേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോൾ എനിക്കല്പം തിരക്കുണ്ടെന്ന് മായ പറയുന്നു. അല്ല മായെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾക്കൊരു 5 ലക്ഷം രൂപ തന്ന് സഹായിക്കാമോ? ഇത് കേൾക്കുന്ന മായ ഞെട്ടലോട് ചോദിക്കുകയാണ്, എന്ത് 5 ലക്ഷമോ? അതേ മായെ, 5 ലക്ഷം തന്നെ. അക്കൗണ്ടിൽ പണമൊന്നുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും ആനന്ദ നിലയത്തിൽ തിരികെ കയറിയിട്ട് പൈസയെല്ലാം തരാം. അതൊന്നും ശരിയാകില്ല ഐശ്വര്യെ, ഞാനിപ്പോൾ 10 ലക്ഷത്തിന് ഗോൾഡ് എടുത്തായിരുന്നു. അത് ഗോൾഡ് തന്നാലും കുഴപ്പമില്ലെന്ന് ഐശ്വര്യ പറയുമ്പോൾ അതൊന്നും ശരിയാകില്ല, എനിക്ക് 1-2 പേരെ കാണാനുണ്ടെന്ന് പറഞ്ഞ് മായ അവിടെ നിന്ന് ഇറങ്ങുന്നു. കണ്ടോ മോളെ, നമുക്കൊരാപത്ത് വന്നപ്പോൾ ആരുമില്ല, നിങ്ങൾ അടയും ചക്കരയും പോലെയല്ലേ ഇരുന്നത്. ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമയെ താങ്ങി പിടിച്ചുകൊണ്ട് താഴേക്ക് വരികയാണ് അഖിൽ. ശ്യാമേ, താനല്ലേ പറഞ്ഞത് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ടെന്ന്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അഖിൽ പറയുമ്പോൾ അതൊന്നും വേണ്ടെന്ന് ശ്യാമ പറയുന്നു. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, അതെ, ഇത് 4-ാം മാസമാ, ചെക്കപ്പൊക്കെ അത്യാവശ്യം തന്നെയാ. അതേസമയം വസുന്ധരയുടെ ഫോണിലേക്ക് ഐശ്വര്യ വിളിക്കുകയാണ്. തുടർന്ന് ഐശ്വര്യ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഖിൽ ദേഷ്യത്തോടെ പറയുകയാണ്, അമ്മ ഫോണിങ് തന്നെ, അവർക്ക് എന്താ പ്രശ്നമെന്ന് ഞാൻ ചോദിക്കാം. തുടർന്ന് അഖിൽ ദേഷ്യത്തോടെ വസുന്ധരയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി തൻ്റെ ചെവിയിലേക്ക് വെക്കുന്നു. അമ്മേ, ഞാൻ ഇത് ഐശ്വര്യ അമ്മേ, ഞാൻ അമ്മയോട് ചെയ്ത എല്ലാ തെറ്റിനും ക്ഷമ ചോദിക്കുകയാണ്. എന്നെ അമ്മ തിരിച്ച് വീട്ടിലേക്ക് കയറ്റണം. എൻ്റെ പുന്നാര അമ്മയല്ലേ, പ്ലീസ് എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ അമ്മയല്ല അഖിലാണെന്ന് അഖി പറയുന്നു. നിങ്ങളുടെ അഭിനയമൊന്നും ഇനി ഇവിടെ ചിലവാകില്ല. എൻ്റെ അമ്മയുടെ ഫോണിലേക്കോ ഇവിടെയുള്ള മറ്റാരുടെയെങ്കിലും ഫോണിലേക്കോ ഇനി നിങ്ങൾ വിളിക്കരുത്. അത് പറയാനാ ഞാനിപ്പോൾ കോൾ എടുത്തത്. ഞങ്ങൾ ശ്യാമയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇനി അവളെയും കൂടി വിളിക്കുകയാണെങ്കിലേ എൻ്റെ വിധം അങ്ങ് മാറുമെന്ന് പറഞ്ഞ് അഖില് കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് വസുന്ധര ശ്യാമയും അഖിലിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്.
പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയാണ്. വീടിന്റെ പുറത്തിരുന്ന് മേക്കപ്പ് ഇടുകയാണ് ഐശ്വര്യ. അതേസമയം കുറെ ഗുണ്ടകള് അങ്ങോട്ടേക്ക് വരികയാണ്. അവരൊരാളുടെ നോട്ടം കണ്ട് ഐശ്വര്യ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവര് ഒന്നും മിണ്ടുന്നില്ല. ആദ്യം 10 ലക്ഷം രൂപ ഇങ്ങെടുക്ക്, എന്നാലേ ഞങ്ങൾ പുറത്തിറങ്ങാം. ഇത് കേൾക്കുന്ന ഐശ്വര്യ ഞെട്ടലോടെ നിൽക്കുമ്പോൾ അയാൾ പറയുകയാണ്, നിന്റെ അമ്മ സുരഭിയെ എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപയാ വാങ്ങിച്ചത്. ഞാൻ എൻ്റെ മമ്മിയോടൊന്ന് ചോദിക്കട്ടെ എന്ന് ഐശ്വര്യ പറയുമ്പോൾ നിന്റെ മമ്മി അതിന് നാട് വിട്ടല്ലോ എന്ന് അയാൾ പറയുന്നു. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയൊന്നുമില്ലെന്ന് ഐശ്വര്യ പറയുമ്പോൾ പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ നിന്റെ ഭർത്താവായി കഴിഞ്ഞോളാമെന്ന് അയാൾ പറയുന്നു. ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ അയാൾക്ക് നേരെ കൈയോങ്ങുകയാണ്. തുടർന്ന് ഐശ്വര്യയെ ബലമായി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ആ ഗുണ്ടകളെല്ലാം. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ വണ്ടി നിർത്തുമ്പോൾ ചാടാനൊരുങ്ങുകയാണ് ഐശ്വര്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.